Hello and welcome to UniPhy Physics. Good evening all. ഇന്ന് നമ്മൾ നമ്മുടെ ക്രാഷ് പ്രോഗ്രാം CSIR NET JRF ഫിസിക്കൽ സയൻസിന്റെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നിർഭാഗ്യവശാൽ കുറച്ച് നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം നമുക്ക് പിന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറച്ച് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വാസം. ഓക്കെ, സോ നമ്മള് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് വരും നെക്സ്റ്റ് ബാച്ച്, അതായത് ഇനി ജൂൺ CSIR NET JRF ഇനി വിളിക്കുന്ന സമയത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ വരും സമയങ്ങളിൽ UniPhy CSIR JRF നെറ്റിന് അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഫിസിക്സിന്റെ ഈ നെറ്റ് ഓറിയന്റഡ് ഒരു ബേസിക് ഫൗണ്ടേഷൻ നമ്മളൊരു ക്രാഷ് പ്രോഗ്രാം ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയെന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പോ അടുത്ത് ഇനി നെക്സ്റ്റ് കമ്മിങ് പ്രാവശ്യം നമുക്ക് നെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണ് ഈ കോഴ്സിന്റെ ഉപഭോക്താക്കൾ. അതേപോലെ നെറ്റ് പിന്നെ MSc ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുന്നവർ തീർച്ചയായിട്ടും എക്സാം എഴുതാൻ നിൽക്കുന്നവരായിരിക്കും. അപ്പോ അവരും തീർച്ചയായിട്ടും ഈ കോഴ്സ് ഉപയോഗപ്രദമായിട്ട് കാണും. ഓക്കെ, സോ ലെറ്റ് മീ ഇന്ന് ഞാൻ നമ്മുടെ മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഷെഡ്യൂൾസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മൊഡ്യൂൾസിൽ അഞ്ച് മൊഡ്യൂൾസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതേസമയം നെക്സ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് സെബാസ്റ്റ്യൻ സാർ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ക്ലാസിക്കൽ മെക്കാനിക്സ് സെബാസ്റ്റ്യൻ സാർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് ശ്രാവൺ സാർ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം അവസാന മൊഡ്യൂൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സോ കണ്ടൻസ് മാറ്റർ ഫിസിക്സോ ഞാൻ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ 5 മൊഡ്യൂൾസിലായിട്ടാണ് നമ്മൾ 20 ദിവസത്തേക്കാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ അതുപോലെ വളരെ എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യാൻ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ we will start with vector analysis. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെക്ടർ അനാലിസിസ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി പിന്നെ ബേസിക് ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, വിത്ത് ബേസിക് ഡെഫിനിഷൻ വാട്ട് ഈസ് എ വെക്ടർ. ഓക്കെ, അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടർ അനാലിസിസിൽ വെക്ടർ ആൾജിബ്ര ഉണ്ട്, അതുപോലെ വെക്ടർ കാൽക്കുലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. അഡീഷൻ നമുക്കറിയാം, വെക്ടർ അഡീഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ സ്കേലാർ പ്രോഡക്റ്റ് ഉണ്ട്, ട്രിപ്പിൾ പ്രോഡക്റ്റ് ഉണ്ട്, ക്രോസ് പ്രോഡക്റ്റ്, ഇങ്ങനെ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാം നമ്മൾ ഈ വെക്ടർ ആൾജിബ്ര പഠിക്കുന്നത്. പ്രോപ്പർലി എല്ലാവരും ഓൾറെഡി നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പരിചയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും വെക്ടർ ആൾജിബ്രയിൽ വരുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വെക്ടർ കാൽക്കുലസ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന പേപ്പേഴ്സിലെല്ലാം ഇലക്ട്രോ ഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ഇത്യാദി പേപ്പേഴ്സിലെല്ലാം നമുക്ക് ഈ വെക്ടർ ആൾജിബ്ര, വെക്ടർ കാൽക്കുലസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ലീനിയർ ആൾജിബ്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലീനിയർ ആൾജിബ്രയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് യു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെക്ടർ? ഒരു വെക്ടർ എന്താണ്? സോ എല്ലാവരും സ്വാഭാവികമായിട്ട് ഒരു ഉത്തരം പറയും, എ വെക്ടർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അല്ലെ, എ വെക്ടർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് എ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു ഡെഫിനേഷൻ ആണ്. പക്ഷെ ഇതിനൊരു ഞാനൊരു കൗണ്ടർ എക്സാമ്പിൾ വെക്കാണ്. ഒരു ഇലക്ട്രിക് കറന്റ്. അല്ലെ, നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ കേട്ടിട്ടുള്ള ഇലക്ട്രിക് കറന്റ് എന്തല്ല? ഇലക്ട്രിക് കറന്റ് ഒരു വെക്ടർ അല്ല. കാരണം ഇറ്റ് ഡസന്റ് ഹാവ് എ ഡയറക്ഷൻ എന്ന് പറയും. അങ്ങനെയാണോ? ശരിക്കും ഇലക്ട്രിസിറ്റിയെ ഫ്ലോ ചെയ്യുന്ന കൃത്യമായിട്ട് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ പറയും ഇല്ല, ആ ഡയറക്ഷൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അത് പിന്നെ ഇങ്ങനെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുകയാണ് ആ പിന്നെ ഡെഫിനിഷനെ. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ ഡേവിഡ് ജെ ഗ്രിഫിത്സിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് മറിച്ച് വെക്കാനില്ല. അദ്ദേഹം അതിൽ ഈ ഒരു വാദഗതിക്കും ഒരു കൗണ്ടർ എക്സാമ്പിൾ വെക്കുന്നുണ്ട്. അതായത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഒബെയ്സ് പാരലോഗ്രാം ലോ ആൻഡ് ഓഫ് വെക്ടർ അഡീഷൻ. ഇൻഫാക്ട് അദ്ദേഹത്തിന്റെ ഐ തിങ്ക് ഇറ്റ് ഈസ് സെക്ഷൻ 1.1.5. ഓക്കെ, നിങ്ങൾക്ക് ഗ്രിഫിത്സിന്റെ ടെക്സ്റ്റുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സെക്ഷൻ 1.1.5 അദ്ദേഹം പറയുന്നത് ഹൗ വെക്ടേഴ്സ് ട്രാൻസ്ഫോം എന്നുള്ള ആ ഒരു സെക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്, വി ഹാവ് എ ബാരൽ ഓഫ്
ആക്ച്വലി ഈ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് അഡീഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? they have proper component expressionലാണ്. ഓക്കെ, അതായത് നമുക്കൊരു ഒബ്ജക്റ്റിനെ കമ്പോണൻസ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെക്ടർ എ എന്നുള്ള വെക്ടർ നമുക്ക് എ എക്സ് ഐ ഹാറ്റ് പ്ലസ് എ വൈ ജെ ഹാറ്റ് പ്ലസ് എ സെഡ് കെ ഹാറ്റ് എന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ, അതായത് എക്സ് എ വൈ എ സെഡ് എന്നാണ് ആ വെക്ടറിന്റെ കമ്പോണൻസ് ആണെങ്കിൽ, then if we have another vector bx by bz, then bx by bz are the components of that vector. Then these vectors will satisfy the triangular or parallelogram law of vector addition if given they combine properly under addition. അല്ലെങ്കിൽ components sum എടുക്കുകയാണെങ്കിൽ a plus b എന്നുള്ള രണ്ട് വെക്ടറിന്റെ സം എടുക്കുകയാണെങ്കിൽ ax plus bx ay plus by എന്നിങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ട്രയാങ്കുലർ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെ ആഡ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഒബ്ജക്ട്സ് സ്റ്റിൽ ദേ ആർ നോട്ട് വെക്ടേഴ്സ് അല്ലാതെ സ്റ്റിൽ എന്നിട്ടും ഈ അഡീഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് ഗ്രിഫിത്സ് ഒരു എക്സാമ്പിൾ, വളരെ ഭംഗിയുള്ള ഒരു എക്സാമ്പിൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ഹാവ് എ ബാരൽ ഓഫ് ഫ്രൂട്ട്സ്, ലെറ്റ് മീ ടേക്ക് ഇറ്റ് റെഡ് കളർ, ബാരൽ ഓഫ് ഫ്രൂട്ട് ദാറ്റ് കണ്ടെയ്ൻസ് nx pears, ny apples, nz bananas. Okay, nx and y nz are their numbers of fruits, pears, apples and bananas. Now he writes a vector. Suppose this is the terminology vector എന്ന് പറയാൻ ആയിട്ടില്ല, പക്ഷേ സ്റ്റിൽ അദ്ദേഹം ക്ലെയിം ചെയ്യാണ്, അദ്ദേഹം n എന്നൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാണ്. എന്താണ് n ന്റെ പ്രത്യേകത? n is equal to nx x hat plus ny y hat plus nz z hat. So ഇവിടെ nx and y nz എന്നാണ്, they are numbers of fruits, different types of fruits, and x hat y hat z hat are the position or unit vectors. Now the question is this n a vector or not? ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ അഡീഷൻ ഫോർമുല, അഡീഷൻ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ഓക്കെ, സപ്പോസ് നമുക്ക് മറ്റൊരു ബാരൽ ഓഫ് ഫ്രൂട്ട്സ് ഇരിക്കാം. ഓക്കെ, ആ ബാരൽ ഫ്രൂട്ട്സിൽ അകത്തുള്ളത് mx പേഴ്സും ny ആപ്പിൾസും mz ബനാനാസും ആണ്. ഓക്കെ, then what we can do is we can add, suppose the first vector ഞാൻ n എന്ന് വിളിച്ചു, രണ്ടാമത്തെ വെക്ടർ ഞാൻ m എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then this n plus m is exactly what we obtained from the addition formula. ഈ അഡീഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത്? അത് തന്നെയായിരിക്കും n plus m ചെയ്താൽ കിട്ടുക. എന്താണ്? nx plus mx x hat plus n y, അതാണ് ഇവിടെ ഇരിക്കുന്നത്. nx plus mx x hat, ny plus my j hat or y hat, and mz plus mz j hat. So from this example it's clear that this quantity n and m does satisfy vector addition formula, but are they vectors? Of course not. അല്ലേ, നമുക്കറിയാം അതൊന്നും വെക്ടേഴ്സ് അല്ല എന്ന്. Then what happens here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇത് വെക്ടേഴ്സ് അല്ല? ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ let me rub this. Okay, I'm not quite clear. Okay, so fine. This is the okay. Let me go to the next slide. So here we have the question. Then what on earth defines a vector? Okay, so the question is answered based on physics. Okay, of course നമ്മളെല്ലാവരും physics students ആണ്. So we are looking at vectors from the perspective of physics. അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്സിൽ നമ്മൾ വെക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫിസിക്സിൽ നമുക്കറിയാം ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അല്ലെ, നമ്മുടെ ഫിസിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പല ഇക്വേഷൻസ് വെച്ചിട്ടാണ്. അല്ലെ, ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, നമ്മൾ ഗ്രാവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്, അതായത് G(m1m2/r²). അപ്പോൾ ഈ F is equal to, ഇപ്പൊ നിങ്ങൾ F is equal to G(m1m2/r² എന്ന് എഴുതുകയാണെങ്കിൽ, F is equal to G(m1m2/r² എന്നൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ
In this, there are different types of quantities. For example, this f is a vector quantity. Pause a little bit. F and the vector ennaanu ippozhum paranjitilla, പക്ഷേ still എനിക്ക് നിങ്ങൾക്ക് already അറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് assume ചെയ്യാം. F is a vector quantity. G is a scalar quantity. I will explain what is a scalar. And m1, m2 and r are again scalars. Okay, but if this is a vector, then we have a vector here that is r hat. Rendu side lo namukku quantities equate cheyan namukku endu venam vectors venam. So this is the equation. appo ee equation at scalars undu vectors undu. Okay, appo basically iduvole ഒരുപാട് equations ആണ് നമ്മുടെ physics എന്ന് പറയുന്നത്. The whole of physics is nothing but a lot of equations, അല്ലേ? അങ്ങനെ ഒരുപാട് equations ആണ് നമ്മുടെ phenomena, natural phenomena explain ചെയ്യാനാണ് നമ്മൾ ഈ equations എല്ലാം derive ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ physics എന്താണ്? നമ്മുടെ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് ഇറ്റ്സ് ഫിനോമിനാസ്, ഒരുപാട് ഫിനോമിനാസ് ഉണ്ട്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ക്വാണ്ടിറ്റീസ്, സ്കെയിലാസ്, വെക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ഫിനോമിനയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ വെക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കെയിലർ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് ലോസ് ഓഫ് ഫിസിക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെ? സോ നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് എന്താണ്? ഫിസിക്സിൽ വെക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ വി ഡിമാൻഡ് that the laws of physics remain unchanged or stay form invariant under various types of transformations between different coordinates or reference frames. Take a break. Don't worry. This is very easy to understand. I'll help you to understand this. നോക്കൂ, എന്താ പറഞ്ഞത്? Laws of physics എന്തായിരിക്കണം? Remain unchanged ആയിരിക്കണം. എപ്പോ? when we transform from one coordinate system or one frame to another frame. For example, a mass. നമ്മളിപ്പോൾ നേരത്തെ ഇക്വേഷനിൽ കണ്ട m എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മാസ് ഒരു സ്കെയിലാർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദർ ഇസ് നോ അവിടെ തർക്കമൊന്നുമില്ല. ഓക്കെ, നൗ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ പറയാണ്, എന്റെ കയ്യിൽ ഒരു ചോക്ക് പീസ് ഉണ്ട്. ഓക്കെ, ഈ ചോക്ക് പീസിന്റെ വെയിറ്റ് ഇന്ത്യയിൽ 10 ഗ്രാമും അമേരിക്കയിൽ 20 ഗ്രാമും ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്, അല്ലെ? എന്താ നിങ്ങൾ സംസാരിക്കുക? കാരണം ഇന്ത്യയിലും അമേരിക്കയിലും എങ്ങനെയാ ഡിഫറെന്റ് മാസസ് ആവുക? മാസ് ഒരു സ്കെയിലാർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. മാസ് ഒരു സ്കെയിലാർ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലെ? അത് ഇന്ത്യയിലുള്ള വാല്യൂ ആയിരിക്കണം അമേരിക്കയിലും. Okay, so what is the difference between India and America? They are two different frames of reference. അല്ലെ? ഒരു ഗ്ലോബ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്ലോബിന്റെ ഒരു സൈഡിൽ ഇന്ത്യയും, സോ ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഹിയർ ദിസ് ഇസ് ഇന്ത്യ and on the other side we have another coordinate system which is America, അല്ലെ? അപ്പോ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്, ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിലെ ഏത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്താലും ആ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലും ഇൻവേരിയന്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യാതിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കെയിലാർസ് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് എ മിനിറ്റ്, ബട്ട് ദെൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയല്ലേ? നമുക്ക് വെക്ടേഴ്സ് എടുത്താലും ഇന്ത്യയിലും അമേരിക്കയിലും ഒരുപോലെ തന്നെയാണോ? ആണോ? യെസ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആണോ? അതിനാണ് ഞാൻ അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നോക്കൂ. സോ ഹിയർ വി ഹാവ് ഈ ഡയഗ്രാം നോക്കൂ. ഈ ഡയഗ്രത്തിൽ ഞാൻ ഇവിടെയാണ് അമേരിക്കനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് അമേരിക്ക. ദ ബ്ലൂ റെപ്രസെന്റ്സ് അമേരിക്ക ആൻഡ് റെഡ് റെപ്രസെന്റ്സ് ഇന്ത്യ. ഓക്കെ, I'm sorry, it's not India, somewhere in Middle East, maybe UAE, United Arab Emirates, we can consider. Okay, India നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. ഓക്കെ, എനിവേ, ഇഫ് ദീസ് ടു കൺട്രീസ്, ലെറ്റ് മീ കുറച്ചുകൂടെ സൗകര്യത്തിന് നമുക്ക് ഒന്ന് അമേരിക്ക ഒന്ന് ഈജിപ്ത് നോക്കാം. ഓക്കെ, സോ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു റോക്കറ്റ് മേലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ദിസ് റോക്കറ്റ് ഹാസ് എ പർട്ടിക്കുലർ വെലോസിറ്റി of this magnitude. ഈ മാഗ്നിറ്റ്യൂഡും ഈ ഡയറക്ഷനാണ് ഈ പർട്ടിക്കുലർ വെലോസിറ്റിക്ക് റോക്കറ്റിനുള്ളത്. പക്ഷേ അമേരിക്കയിൽ നിന്ന് നോക്കുന്ന ഒരാൾ ആ റോക്കറ്റിനെ എങ്ങനെ കാണുന്നത്? He sees that rocket is going downwards his horizon. അദ്ദേഹത്തിന്റെ ഹൊറൈസന്റെ താഴേക്കാണ് പോകുന്നത്. അതായത് സൂര്യൻ അസ്തമിക്കുമ്പോൾ പോകുന്ന ഡയറക്ഷനാണ് ഹൊറൈസന്റെ താഴേക്ക് പറയുന്നത്, അല്ലെ? സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ താഴേക്ക് പോകുന്നതായിട്ടല്ലേ കാണാം. അപ്പോ അമേരിക്കയിൽ നിന്ന് നോക്കുന്ന ഒരാള് ഈ റോക്കറ്റ് പോകുന്ന എങ്ങോട്ടാ പോകുന്നത്? അസ്തമിക്കുന്ന പോലെ പോകുന്ന പോലെയാണ്. അതായത് അവരുടെ കോർഡിനേറ്റ്സിൽ താഴേക്ക് പോകുന്ന പോലെ തോന്നുന്നു. അതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടാമത്തെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കണ്ടോ? ഈ ആരോ അമേരിക്കയിലെ കോർഡിനേറ്റ്സ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൊറൈസണിന് താഴേക്കാണ് പോകുന്നത്. പക്ഷേ ഈജിപ്തിന്റെ ഡയറക്ഷൻ നോക്കിയാലോ, ഈജിപ്തിന്റെ ഫ്രെയിം നോക്കിയാൽ അത് ഓൾമോസ്റ്റ് വെർട്ടിക്കലി ആണ് പോകുന്നത്, അല്ലെ? ആ റോക്കറ്റ് പോകുന്നത് ഓൾമോസ്റ്റ് വെർട്ടിക്കലാണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ദ വെലോസിറ്റി, which is of course a vector, we know that, is different when we are looking from different perspectives or different frames of references.
right? So this is the crucial idea behind a vector. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ദെൻ? ദ ഡെഫിനിഷൻ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഈ ഡെഫിനിഷൻ നിങ്ങൾ ഒരു എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു കോളേജിലും ഒരു സ്കൂളിലും നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ബിക്കോസ് ദിസ് ഈസ് നോട്ട് ദ വേ വി ആർ ബീങ് ടോട്ട്. ഓക്കെ, സോ ഞാൻ വെക്ടറിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ പറയാണ്. ഓക്കെ, സോ നോട്ട് വെക്ടർ, ഐ എം ഡിഫൈനിങ് the whole set of scalars, vectors, and കുറച്ചുകൂടെ higher order പോയാൽ നമ്മൾ tensors എന്ന് പറയുന്ന quantities ഉണ്ട്. Maybe you will be introduced to tensors when you go in higher studies in physics. Okay, അപ്പോൾ നമ്മൾ നോക്കുവാണ്, നമ്മൾ ബേസിക്കലി ഫിസിക്സിൽ സ്കേലാർസും വെക്ടേഴ്സും ടെൻസേഴ്സും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ ബേസിൽ നോക്കൂ. എന്താ പറയുന്നത്, സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. സോ yeah, scalars and vectors, or in general tensors, are quantities. Okay, these are all quantities with specific transformation properties under rotations of coordinate axis. Okay, last പറഞ്ഞു നോക്കുക, rotations of coordinate axis എന്ന് പറയുന്നത്. Okay, so rotations of coordinate axis എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻസ് ഓഫ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആക്ച്വലി നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ സ്റ്റാർസിന്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അല്ലെ, നമുക്കറിയാം അമേരിക്കയിൽ ഒരാൾ സ്പേസിൽ പോയിട്ട് എർത്തിലേക്ക് നോക്കുകയാണ്. അപ്പൊ അമേരിക്കയിൽ ഒരാൾ ലേശം ചെരിഞ്ഞായിരിക്കും, അയാൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ അമേരിക്കയിലുള്ള ആൾ സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കലി നിൽക്കുക എന്നതാണ് ലേശം ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടും, പിന്നെ ഈജിപ്തിലുള്ള ആൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ലേശം അങ്ങോട്ട് ചെരിഞ്ഞിട്ടുമാണ് അല്ലെ. സോ there is a specific transformation between these two guys, അല്ലെങ്കിൽ these two frames. ഈ അമേരിക്കൻ ഫ്രെയിമിനും ഈജിപ്ഷ്യൻ ഫ്രെയിമിനും എന്താണ്, ഒരു പർട്ടിക്കുലർ റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നേരത്തെ പറഞ്ഞ റോക്കറ്റിന്റെ അവസ്ഥയോ, നേരത്തെ പറഞ്ഞ റോക്കറ്റിന്റെ അവസ്ഥ അമേരിക്കക്കാർക്കും ഈജിപ്ഷ്യൻസിനും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോ ഫോർ എക്സാമ്പിൾ, ഇഫ് അമേരിക്കൻസ് നോ the velocity, direction of velocity or direction of the rocket in the Egyptian's frame, Egyptians പറയുന്നത് അമേരിക്കക്കാർക്ക് അറിയാമെങ്കിൽ, then by applying the transformation, അതായത് ഈ അമേരിക്കൻ കോർഡിനേറ്റ് സിസ്റ്റം ഈജിപ്ഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എത്രത്തോളം റൊട്ടേറ്റ് ചെയ്താൽ അത് അവരുടെ പരസ്പരം കോർഡിനേറ്റ് സിസ്റ്റം കിട്ടുന്ന അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെക്ടേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അവർക്ക് പറയാൻ പറ്റും, ആ ഈജിപ്തിൽ നേരെ വെർട്ടിക്കലി അപ്വേർഡ്സ് ആ പോകുന്നത്, അപ്പൊ നമുക്ക് എങ്ങോട്ടായിരിക്കും, നമുക്ക് ഹൊറിസോണ്ടലി ആയിരിക്കും എന്ന് അമേരിക്കക്കാർക്ക് പറയാൻ പറ്റും. So this is the idea behind vectors. Okay, so scalars are or vectors and general tensors. ഇവിടെ പുതിയ വാക്ക് നമ്മൾ കേൾക്കാണ്, എന്താണ് tensors. Tensors എന്താണ്? It's a generalization of scalars and tensors, vectors. For example, scalar is a zero dimensional tensor. Okay, and a zero rank tensor. Sorry, not dimension. Dimension is a different thing. I will speak about it later. Then vectors are tensors of rank 1, and then we have tensors of rank 2, tensors of rank 3, and so on, higher order. Okay, there are no particular names for tensors of rank 2 and tensors of rank 3 and so on. Okay, so only scalars name vectors name മാത്രം നമ്മൾ distinguish ചെയ്യുന്നുള്ളൂ. Clear? Okay, so now let's define clearly we can differentiate between scalars and vectors. So ഒരു കാര്യം മനസ്സിലായി, വെക്ടേഴ്സും സ്കേലാർസും എന്താണ്, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ്, കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചില പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കേലാർസും വെക്ടേഴ്സും പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ വാക്കാണ് സെറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ്, സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്കേലാർസിനുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ആയിരിക്കില്ല വെക്ടേഴ്സിന് ഉണ്ടാവുക. വെക്ടേഴ്സിനുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ആയിരിക്കില്ല ടെൻസേഴ്സ്, ഫസ്റ്റ് റാങ്ക് ടെൻസേഴ്സ് ഉണ്ടാവും, സെക്കൻഡ് റാങ്ക് ടെൻസേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സ്കേലാർസിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി എന്താണ്? സ്കേലാർസിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി അണ്ടർ എനി ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഷുഡ് റിമെയിൻ അൺചേഞ്ച്ഡ് അല്ലെ. ഏത് നിങ്ങൾ അമേരിക്കൻ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് എത്ര റൊട്ടേറ്റ് ചെയ്താലും മാസ് തന്നെയാണ്, മാസ് ആ സെയിം താരം തന്നെ. അപ്പം സ്കേലാർസ് ഡിഫൈൻ ചെയ്യുന്നതാണ്, സ്കേലാർസ് ഡിഫൈൻ ചെയ്യുന്നത് if we rotate a coordinate system or we transform the coordinate system, if something is unchanged, that's a scalar. That's a scalar. Now if something transforms in some way, suppose for example in America 45 degree rotate ചെയ്താലാണ്, അപ്പോൾ 45 degree rotate ചെയ്യുന്നതാണ് അടുത്ത ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 45 degree ട്രാൻസ്ഫോം ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കും വെക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ടെൻസേഴ്സോ
We'll come to that. Okay. Now let me define it properly. Here we have a scalar is a quantity. A scalar is a quantity that remains unchanged at all. That remains unchanged under a rotation of the coordinate axis about the origin of coordinates. Okay. Then what about vectors? A vector is a set of quantities. About vectors in the scalars are a single quantity. Scalar. A vector is a set of quantities. And the set quantities and set of quantities. A set of quantities is a vector. 3-dimensional, you need 3 numbers. For example, if the velocity of a bus is velocity v is equal to a x hat plus b y hat plus c z hat. Velocity define three quantities. Okay. So v is equal to a, b and c. So this is a set of quantities. But a scalar is a single number represent. So this is the idea. So vector is a set of quantities. Set of quantities called its components. Set of quantities are vector components that transform in exactly the same way as the coordinates themselves transform. Okay. So coordinates rotate vector rotate. Understand? So coordinates change objects vectors. Coordinates change objects scalars. Imagine sharp what will be tensors. Tensors coordinates rotate in different direction in the transformation rotation quantities tensors. Okay. So that is the definition of a vector. But from the perspective of CSIR NET JRF exam, this definition is useless. But why I explain this much? The fact that even though this definition is not directly applicable in any exam, or you cannot use this definition in an equation and solve a problem, but later we'll come to things called transformations, linear transformations. Okay, in linear algebra, there the importance of definition is really important. Okay, it's very important. Okay, we will topic discuss vector algebra. Vector analysis in so let me okay, so let me open. Okay, let me write it here itself. Okay, so we have vectors or vector analysis. So it can be divided in broad categories: vector algebra, and vector calculus. Algebra is very simple things like addition, multiplication, things like that. For example, the important vector multiplication. Vector addition is very easy. Vector multiplication, we have 3 different types of multiplication. One is scalar product, that is also known as dot product. A dot b. A and b vectors are a dot b scalar product. At the same time, cross product is also known as a vector product. That means two vectors in the product is a vector a vector product. Scalar product two vectors in the dot product is scalar dot product scalar product. Then we have tensor product, or we have triple product, scalar triple product. That is, it's again a scalar. The product is a scalar, but that involves 3 different vectors. Okay, so this is the vector algebra. Now, I will not discuss vector algebra a lot because it's very easy and straightforward. I will directly enter into vector calculus.
Okay, we'll directly enter into vector calculus, and we'll do some problems as well in vector calculus. Okay, so let me move right into vector calculus. But then നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. If you can comment, type down, then you can type down the comments. I will check the comments here. Okay, before coming into vector calculus, let me discuss some of the curvilinear coordinates. Okay, so let me start with the curvilinear coordinates. The first one we discuss cylindrical coordinates. So, നിങ്ങൾ ഇതിന്റെ ബേസിക് ഒരുപാട് തിയറി ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മാത്രമേ പറയാം. ഓക്കെ, സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ കേസിൽ നമുക്ക് കാർട്ടീഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് 3 ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് 3 ഡയമെൻഷനിൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി ഹാവ് 3 ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് x equal to r cos theta or rho cos phi. ഡിഫറെന്റ് കൺവെൻഷൻസ് അനുസരിച്ച് ചില ആൾ ആറും ഫൈയും എടുക്കും, ചില ആൾ റോയും തീറ്റ എടുക്കും. സോറി, റോയും ഫൈയും ആറും തീറ്റയൊക്കെ ഡിഫറെന്റ് എടുക്കാറുണ്ട്. സോ കൺഫ്യൂഷൻ വരരുത്, രണ്ടും പ്രത്യേകം ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്. സോ റോ കോസ് ഫൈവ്, ദെൻ y is equal to rho sin phi and z equal to z. സോ ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ട്രാൻസ്ഫോർമേഷൻ. അത് കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എങ്ങനെ കാർട്ടീഷ്യനിലേക്ക് പോകും. പിന്നീട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ it is this properties. അത് നമ്മൾ ഒരു വെക്ടർ കാൽക്കുലസിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നതാണ് ഡിഫറൻഷിയേഷൻ ഓഫ് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും, വെക്ടേഴ്സിന് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ആണ്. ഓക്കെ, സോ ലെറ്റ് മീ ഡിവൈഡ് ദിസ് വെക്ടർ കാൽക്കുലസ് ഇൻടു 2. വെക്ടർ കാൽക്കുലസ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? We can call first part as vector differentiation. Okay, vector differentiation, and we can also write vector integration. നമുക്കറിയാം കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ആണ് അല്ലേ. സോ വെക്ടർ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ സ്കെയിലാർസിന്റെ കേസിൽ നമുക്ക് ഡിഫറൻഷിയേഷൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. ഡി ബൈ ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഇസ് ദ ഡെറിവേറ്റീവ്, ഇറ്റ്സ് എ ഡിഫറൻഷിയേഷൻ. But in the case of vector functions, like for example, if I have a function f of x y is equal to x square I hat plus y square j hat. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻസ് മാത്രമല്ല ഉള്ളത് അല്ലെ, അതിന്റെ കൂടെ വെക്ടേഴ്സും ഉണ്ട്. സോ ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ സ്കെയിലർ വെക്ടർ ഫംഗ്ഷൻസ് പറയാം, അല്ലെങ്കിൽ വെക്ടർ ഫീൽഡ്സ് നിങ്ങൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുക വെക്ടർ ഫീൽഡ്സ് എന്നുള്ള നോട്ടേമാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ വെക്ടർ ഫീൽഡ്. സോ ഈ വെക്ടർ ഫീൽഡിന്റെ ഡെറിവേറ്റീവ്സും ഇന്റഗ്രേഷനും ആണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്കെയിലാർസ് എന്നുള്ളവരി വെക്ടേഴ്സിന്റെ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നമുക്കറിയാം പ്രോഡക്ട്സ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് അല്ലെ. സ്കെയിലാർ പ്രോഡക്റ്റ്, ട്രിപ്പിൾ പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ എന്തുണ്ട്, വെക്ടേഴ്സിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ഗ്രേഡിയന്റ് എടുക്കാം, ഡൈവേർജൻസ് എടുക്കാം, കേൾ എടുക്കാം. ഞാൻ ഇവിടെ സപ്പോസ് ചെയ്യുന്നത് ചെറിയൊരു കാര്യം ഞാൻ സപ്പോസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രേഡിയന്റും ഡൈവേർജൻസും കേളൊക്കെ എന്താണെന്ന് അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് സപ്പോസ് ചെയ്യാൻ പോകണം. കാരണം വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ഡിസ്കസ് ഓൾ ദീസ് ബേസിക് തിങ്സ്. ഓക്കെ, സോ ഗ്രേഡിയന്റും ഡൈവേർജൻസും കേളൊക്കെ എന്താണെന്ന് അറിയാൻ വിചാരിക്കുന്നു. സോ ബെസ്റ്റ് ഡെഫിനിഷൻ ഫോർ ഗ്രേഡിയന്റ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഇസ് ഗിവൺ ബൈ del f is equal to, again ഞാൻ വാൺ ചെയ്യുന്നത് ചില ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആറിന് പകരം റോ എന്നും തീറ്റയ്ക്ക് പകരം ഫൈ എന്നും എടുക്കുന്നുണ്ട്. സോ ചില കൺഫ്യൂഷൻ നൊട്ടേഷന് കൺഫ്യൂഷൻ ഉണ്ടാണ്ടിരിക്കാനാണ് ഞാൻ ഇന്ന് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് ഡസന്റ് മാറ്റർ വിച്ച് കോർഡിനേറ്റ്സ്, വിച്ച് നൊട്ടേഷൻ, വിച്ച് ലേബിൾസ് യു ആർ യൂസിങ്, എപ്പോഴും എന്താണ് ലേബിൾസ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്.
Okay, so labels ഏത് കോർഡിനേറ്റ്സിന് ഡിനോട്ട് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കണം. So r dou f by dou r plus phi 1 by r dou f by dou phi plus z dou f by dou z ഇതാണ് ഗ്രേഡിയന്റ് ഇൻ cylindrical coordinates. അതേസമയം divergence in cylindrical coordinates is given by 1 by r dou into dou of r vr, where vr is എന്താണ് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് f എന്താണ്, f ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിന്റെ റീസൺ എന്താ വെച്ചാൽ എ ഗ്രേഡിയന്റ് ഈസ് ഓൾവേസ് ടേക്കൺ ഓവർ എ ഫംഗ്ഷൻ ഓഫ് സ്കെയിലാർ ഫംഗ്ഷൻ. ഓക്കെ, പക്ഷെ രണ്ടാമത് ഞാൻ പറഞ്ഞെടുത്ത് എന്താണ്, ഹിയർ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് എ വെക്ടർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്ടർ ഫീൽഡ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആർ വി ആർ എന്നുള്ളത് എന്താണ്, ദിസ് ഈസ് എ കമ്പോണന്റ് ഓഫ് എ വെക്ടർ വി. ദിസ് ഈസ് ദി കമ്പോണന്റ് ഓഫ് എ വെക്ടർ വി. ഒരു വി എന്നൊരു വെക്ടറിന്റെ കമ്പോണന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 1 by r dou v phi divided by dou phi. So ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ r ഉണ്ട്, ഇവിടെ r ഇല്ല. Okay, dou v phi by dou phi, and finally we have dou vz by dou z. പിന്നെ del cross v, where v is a vector, here also v is a vector whose components are v is equal to vr, v phi and vz. Okay, ഇതാണ് components എന്ന് പറയുന്നത്. So here we have v again is a vector, then whose components are vr, v phi and vz in spherical polar coordinates. So del cross v is defined by a determinant. Okay, del cross v determinant രൂപത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ഡിറ്റർമിനന്റ്? The determinant is r phi hat set. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ r ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, r ഒക്കെ എങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫുൾ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു പരിമിതികളുണ്ട് നമുക്ക് ഈ ഒരു കോഴ്സിൽ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ r phi hat z hat, then dou by dou r, dou by dou phi and dou by dou z, then vr, r v phi and z vz. Now finally we have Laplacian. Laplacian എന്താണ്? It's del square, del dot del നെ നമ്മൾ del dot divergence of a gradient. ഓക്കെ, ഇതിനെ നമ്മൾ del square f എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആദ്യം ഗ്രേഡിയന്റ് എടുക്കുക, ആ ഗ്രേഡിയന്റ് എടുത്ത കിട്ടുന്ന ഒരു വെക്ടറിനെ ആദ്യം സ്കെയിലാർ ഉണ്ട്, നമുക്കൊരു ഫംഗ്ഷൻ, ഒരു എഫ് എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ഫംഗ്ഷൻ ഉണ്ട്. ആ സ്കെയിലാർ ഫംഗ്ഷൻ നമ്മൾ ഇത് ഗ്രേഡിയന്റ് എടുത്തു, ആ ഗ്രേഡിയന്റ് എടുത്ത ഫംഗ്ഷനെ വീണ്ടും നമ്മൾ ഡൈവേർജൻസ് എടുക്കുകയാണ്. ആ ഗ്രേഡിയന്റ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്ലേസ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേറ്റർ നമ്മൾ ലാപ്ലേസ് എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ. ഓക്കെ, സോ ഡെൽ സ്ക്വയർ ഡിഫൈൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ സ്ക്വയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ സ്ക്വയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 by r dou by dou r into dou by dou r of r dou f by dou r plus 1 by r square dou square f by dou theta square plus dou square f by dou z square. Okay, so ഇങ്ങനെയാണ് നമ്മൾ 4 ക്വാണ്ടിറ്റീസും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എല്ലാവർക്കും അറിയാം, x is equal to r sin theta cos phi, y is equal to r sin theta sin phi and z is equal to r cos theta. So corresponding grading എന്ന് പറയുന്നതാണ് r hat into dou f by dou r plus theta hat into 1 by r dou f by dou theta plus phi hat into 1 by r sin theta dou f by dou phi. Okay, similarly del dot v is equal to 1 by r square dou r square v r by dou r plus 1 by r sin theta dou v theta sin theta dou theta plus 1 by r sin theta plus r sin theta 1 by r sin theta dou v phi by dou phi. Okay, then del cross v is equal to 1 by r square sin theta r hat, r theta hat and r sin theta. ഇവിടെ r ഉണ്ട്, ഇവിടെ r sin theta ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. Then dou by dou r, dou by dou theta, dou by dou phi, vr, r v theta, r sin theta v phi. Then Laplacian is given by del square f is equal to 1 by r square dou by dou r square dou f by dou r plus 1 by r square sin theta dou by dou theta sin theta dou f by dou theta. Then 1 plus 1 by r square sin square theta, ഇവിടെ r square sin square theta ഉണ്ട്, ഇവിടെ r square sin theta ഉണ്ട്, ഇവിടെ r square ഉണ്ട്. Okay, dou square f by dou phi square. Okay, so ഇത്രയാണ് നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം സർഫസ് എലമെന്റ്സും ലൈൻ എലമെന്റ്സും ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സർഫസ് എലമെന്റ് നോക്കൂ. ലൈൻ എലമെന്റ് എങ്ങനെ വരുന്നത്, ഇതിനകത്ത് ലൈൻ എലമെന്റ് നമുക്ക് ഡി ആർ അല്ലെങ്കിൽ ഡി റോ, ദെൻ ലൈൻ എലമെന്റ്സ് ഡി ഫൈ ഓർ ഡി തീറ്റ, ഇതെല്ലാം ലൈൻ എലമെന്റ്സ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഡി സെഡ്. ഓക്കെ, ഡി സെഡ്. ഇപ്പൊ ലൈൻ എലമെന്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി ആർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡി ആർ ഈസ് ഡിഫൈൻഡ് ആസ്
dr is equal to r hat plus r phi hat plus z hat. Okay, or ഇവിടെ നമുക്ക് എന്ത് എഴുതാം, dr r hat r d phi into r phi hat plus dz ഇങ്ങനെ എഴുതാം. അതേസമയം നമുക്ക് മറ്റുള്ളതും ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഡി ആർ എന്നുള്ളത്, സോറി ഇവിടെ ആർ അല്ല, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡി എൽ, ലൈൻ എലമെന്റ് അല്ലെ, ലൈൻ എലമെന്റ് നമ്മൾ ഡി എൽ എന്നാണ് വിളിക്കുന്നത്. സോ ഡി എൽ ഇസ് ഈക്വൽ ടു ഡി ആർ ഇൻറ്റു ആർ ഹാറ്റ് പ്ലസ് ആർ ഡി ഫൈ ഇൻറ്റു ഫൈ ഹാറ്റ് പ്ലസ് സെഡ് ഹാറ്റ് ഇൻറ്റു ഡി സെറ്റ്. ഇങ്ങനെ നമ്മൾ ലൈൻ എലമെന്റ്സ്. ഈ സർഫസ് എലമെന്റ്സിനെ ഡിഫൈൻ വെക്ടർ, ലൈൻ എലമെന്റ് എന്താണ്, ഒരു വെക്ടർ ആണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷെ ഒരു വെക്ടർ ആണ്, വെക്ടർ ആയിട്ടാണ് നമ്മൾ എഴുതുക. സോ ഡി എസ് ആർ ഇസ് ഈക്വൽ ടു ആർ ഡി ഫൈ ഡി സെഡ്. അതേപോലെ ഡി എസ് ഫൈ ആയിട്ട് നമുക്ക് എഴുതാം. ഫൈ കമ്പോണന്റ് ഓഫ് ഡി എസ് ഈസ്, നമുക്ക് എന്തുണ്ട്, ഒരു ഡി ആർ ഉണ്ട്, ദെൻ ഡി സെഡ് ഉണ്ട്, രണ്ടിന്റെ കൂടിയും കമ്പോണൻസ് ഒന്നുമില്ല. സോ ദെൻ ഡി എസ് സെഡ് ഇസ് ഈക്വൽ ടു ഡി ആർ ഇൻറ്റു ആർ ഡി ഫൈവ്. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആർ ഇൻറ്റു ആർ ഡി ഫൈവ്, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ സർഫസ് ഫോർ എക്സാമ്പിൾ ക്യൂബിന്റെ സർഫസിന്റെ മുകളിലാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ, അത് ഇതൊക്കെ വരുന്നത് വെക്ടർ ഇന്റഗ്രേഷൻ പറയുമ്പോഴാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സർഫസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് വേരിയബിൾസും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അന്നേരം നമുക്ക് ഇത് രണ്ടും സീറോ ആക്കി എടുക്കാം. ഓക്കെ, അതേസമയം ഈ വേരിയബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള രണ്ട് സർഫസും രണ്ടും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇത് മാത്രമേ ഒരു സമയത്ത് വരുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ വോളിയം എലമെന്റ് ഉണ്ട്. വോളിയം എലമെന്റ് ഡി വി ഈസ് ഈക്വൽ ടു theta d theta. Okay, r sin theta, sorry, r sin theta d phi, r theta d theta. Okay, r sin theta, sorry, r sin theta d phi, r sin theta d phi. ഇതാണ് ലൈൻ എലമെന്റ് എന്ന് പറയുന്നത്. സർഫസ് എലമെന്റ് മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസ് എലമെന്റ് ഉണ്ട്. അതിനെ മൂന്നിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. We can write ds സർഫസ് എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു r is equal to, നമുക്ക് ഡി ഫൈ ഡി തീറ്റ ഉണ്ട്, ഡി ഫൈ ഉണ്ട്. ഡി തീറ്റന്റെ കൂടെ ഒരു ആർ ഉണ്ടാവും, ഡി ഫൈന്റെ കൂടെ ഒരു ആർ സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഡി എസ് ഫൈ തീറ്റ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഡി ആറും ഉണ്ടാവും, ഡി ഫൈ ഉണ്ടാവും. ഡി ആറിന്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല, അത് 1. ഡി ഫൈന്റെ കൂടെ എപ്പോഴും ആർ സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, സോറി. അടുത്തത് ഡി എസ് ഫൈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനിൽ നിന്നാണ് എന്താണ്, ഡി ആറും ഡി തീറ്റയാണ് അല്ലെ, ഡി തീറ്റിന്റെ കൂടെ എപ്പോഴും ആർ ഉണ്ടാവും. സോ ഇതാണ് എലമെന്റ്. സോ ഈ മൂന്ന് എലമെന്റ്. അപ്പൊ നിങ്ങൾ ലൈൻ ഇന്റഗ്രൽസ്, സർഫസ് ഇന്റഗ്രൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കൂടുതൽ വരും, ഇതിലേക്ക് വരും. ഓക്കെ, ഇത്രയും പ്രീറിക്വിസിറ്റ്സ് ആണ് നമുക്ക് വെക്ടർ കാൽക്കുലസിലേക്ക് പോകാൻ വേണ്ടത്. സോ നമുക്ക് ഇനി വെക്ടർ കാൽക്കുലസിലേക്ക് കടക്കാം. അതിൽ ആദ്യം വരുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്, അത് ലൈൻ ഇന്റഗ്രൽസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. ഫസ്റ്റ് ഇത് നമുക്ക് മൂന്ന് സെക്ഷൻസ് ആണുള്ളത്: ലൈൻ ഇന്റഗ്രൽസ്, സർഫസ് ഇന്റഗ്രൽസ് ആൻഡ് വോളിയം ഇന്റഗ്രൽസ്. ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ ആൻഡ് വോളിയം ഇന്റഗ്രൽ. നൗ ഇത് പറയാനുള്ള പ്രീറിക്വിസിറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ. കർവിലിനിയർ കോർഡിനേറ്റ്സ് അറിയണം, ഡൈവേർജൻസ്, കേൾ, ലാപ്ലേസ് അറിയാം, ജാക്കോബിയൻ എന്താണെന്ന് അറിയണം. സോ ജാക്കോബിയൻ ഈസ് നത്തിങ് ബട്ട് ദ ഡിറ്റർമിനന്റ് ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇറ്റ്സ് ദ Jacobian in the case of cylindrical coordinates is nothing but r, and Jacobian in the case of, this is cylindrical, and Jacobian in the case of spherical polar coordinates is nothing but r square sin theta. ഇത്രയും ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓക്കെ. സോ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ടൈം. Okay, it's already 8:12. So let me discuss this in complete in the next class, maybe tomorrow evening, because I will take due to some technical issues, my slides are not clear. My slides have been shaded by something. I think I could not see that errors. So I will correct these errors in the next class and will come with these slides better view. Okay, so today I will stop here. Now we have half an hour session for doubt clearance. If you have any doubts to clear in this session so far, you can come in Zoom, Google Meet,
we have a Google Meet session, and the link of the Google Meet session will be in the comment section right now. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നമ്മളിപ്പോൾ കമന്റിൽ ഇടുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് 1/2 മണിക്കൂർ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ ആ ഗൂഗിൾ മീറ്റിൽ വരാം. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ മെമ്പേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ബിലോ 100 ആളുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ ആ ഗൂഗിൾ മീറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നോക്കിയാൽ ആ ഗൂഗിൾ മീറ്റ് ലിങ്ക് കാണാൻ പറ്റും. അപ്പം ആ ലിങ്ക് നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ആ മീറ്റിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം വി വിൽ ഡിസ്കസ് ഇൻ ഗൂഗിൾ മീറ്റ്. ഓക്കെ, സോ I'll stop here. I hope you have enjoyed, apart from these technical errors of our slides being shaded. നമ്മുടെ സ്ലൈഡ്സ് കുറച്ച് ഷെയ്ഡഡ് ആണ്. അതിന്റെ റീസൺ ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. സോ ഐ എം സോറി ഫോർ ദാറ്റ്. I will sort this out in the next class. Okay, thank you.